ഹായ് ഓൾ. ചൂടൊക്കെ കൂടി വരുന്ന ടൈമാണ്. ഇപ്പൊ നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കേണ്ട ടൈമാണ്. പിന്നെ കുട്ടികൾക്കെല്ലാം തന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സേമിയ കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡിന്റെ റെസിപ്പി ആയാലോ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ ഒന്ന് കസ്റ്റേർഡ് പൗഡർ ഒന്ന് പാലില് മിക്സ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 3/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ കസ്റ്റേർഡ് പൗഡർ ആണെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പൊ കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണെങ്കിലും പാലിൽ കലക്കി വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് സേമിയ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഒരു അടികട്ടിയുള്ള ഒരു പാനിലേക്ക് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സേമിയൊന്നും വേണ്ട, 1-2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും കേട്ടോ. ഇതൊന്ന് ആദ്യം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും സേമിയ ഒന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ പാലല്ല എടുത്തേക്കുന്നത്, പാൽപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കി എടുത്തതാണേ. 1 ഗ്ലാസ് വെള്ളത്തില് ഒരു ചെറിയൊരു പാക്കറ്റ്, ഈ ചെറിയ സാഷിയുടെ പാക്കറ്റൊക്കെ കിട്ടത്തില്ലേ, അതൊരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് കലക്കി എടുത്തതാണേ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ പാലെടുത്താൽ മതിയാവും. പാൽപ്പൊടി ആകുമ്പോഴേക്കും ഒന്നും കൂടെ കൊഴുപ്പ് കിട്ടും, അതിന് വേണ്ടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പൊ ഇതൊന്ന് തിളച്ച് വെന്ത് വരുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടെടുക്കാം. ഇപ്പൊ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് സേമിയക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ സേമിയ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ ഞാനിവിടെ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 3/4 ഗ്ലാസ് പാല് മാറ്റിയായിരുന്നു. ബാക്കിയുള്ള പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റേർഡ് പൗഡറും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവിടാണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നോൺ സ്റ്റിക്കിന്റെ പാൻ ആണെങ്കിലും താഴെ അടിക്ക് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺസിസ്റ്റൻസി അനുസരിച്ച് കുറുക്കിയെടുക്കാവേ. ഒരുപാട് ടൈറ്റ് ആയി പോകണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തണുത്ത് വരുമ്പോഴേക്കും ഒന്നും കൂടെ കുറുക്കി വരും. ഞാൻ ഈ ഒരു ഭാഗം ആയപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുവാണേ. ഇനി ഇതൊന്ന് നന്നായിട്ട് ആറിയതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കാം. ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ കുരുവില്ലാത്ത മുന്തിരി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സ്ട്രോബെറി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആപ്പിള് ചെറുതായിട്ട് കുരുവൊക്കെ കളഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പുളിപ്പിനായിട്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും കുരുവെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു മാതള നാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണമെങ്കിൽ ഒരു ഏത്തപ്പഴം വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഫ്രൂട്ട്സ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പ് ആപ്പിൾ ഇട്ടതാണ്, അപ്പോൾ ചിലപ്പോൾ കളർ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുവാണേ. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴേക്കും നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി കസ്റ്റാർഡിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ടിട്ട് മധുരാക്കി കളയരുത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അതേ ഫ്രൂട്ട്സ് എല്ലാം തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. അതേ ഞാൻ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ അതേ ചെറിയൊരു കഷ്ണം പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ചെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ കാഷ്യൂവും ബദാമും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കസ്റ്റാർഡിലേക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഫ്രൂട്ട് കസ്റ്റാർഡ് സെർവ് ചെയ്യാവേ. ഞാൻ മിക്സ് ചെയ്യുന്നില്ല, ഇതേപോലെ സെപ്പറേറ്റ് എടുത്തിട്ട് തന്നെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ സേമിയ കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡ് റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. താങ്ക് യു.